ഹായ്, വെബ് ഡെവലപ്മെൻറ്റ് സീരീസിലെ 5ാമത്തെ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ സീരീസിൽ നമ്മൾ വെബ് ഡെവലപ്മെൻറ്റ് എന്താണെന്നും ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് എന്താണെന്നും HTML എന്താണെന്നും വെബ്സൈറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കി നമ്മളൊരു വെബ്സൈറ്റിൻ്റെ സ്ട്രക്ചർ ബിൽഡ് ചെയ്തു. നമ്മൾ ആ വെബ്സൈറ്റിൽ പാരഗ്രാഫ് ആഡ് ചെയ്തു. ആ സെഷൻസ് ഒന്നും കാണാത്തവർ ദയവായി താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ചെന്ന് ആ സെഷൻസ് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ സെഷൻ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ സെഷനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റ്സിൽ നമ്മൾ എങ്ങനെയാണ് ഇമേജസ് ആഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ സെഷനിലെ എല്ലാ വീഡിയോ നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കുക, ഒരിക്കലും അത് മിസ്സാക്കരുത്. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഐ എം സാഹിർ. ഈ ചാനലിൽ നമ്മൾ ഡേറ്റ സയൻസ്, മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പ്രോഗ്രാമിംഗ്, ടെക്നോളജി, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡേറ്റ അനലിറ്റിക്സ്, ബിസിനസ് അനലിറ്റിക്സ്, ഫൈനാൻസ് തുടങ്ങിയ വീഡിയോകളായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. ഈ ചാനലിൻ്റെ ഗോൾ തന്നെ ഒരു ഫ്രഷറിനും ടെക് കരിയർ എനേബിൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. സോ നിങ്ങളും ആ കാറ്റഗറിയിൽ ഉള്ളവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളും യൂസ്ഫുള്ളും ആയിരിക്കും ഈ ചാനൽ. സോ വൺസ് അഗൈൻ ഐ എം സാഹിർ. വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് ഡിജിറ്റൽ ലേണിംഗ്. ആദ്യം നമുക്ക് ഈ ഒരു ഇമേജ് ആഡ് ചെയ്യാം. ഇമേജ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാഗ് എന്ന് പറയുന്നത് IMG ടാഗാണ്. സോ പോസ്റ്റഡ് ബൈ ലോറ ജോൺസൺ എന്നുള്ള ടെക്സ്റ്റിന് താഴെയായിട്ടാണ് നമുക്ക് ഇമേജ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിന് താഴെയായിട്ട് ഒരു IMG ടാഗ് ഓപ്പൺ ചെയ്യാം. IMG ടാഗ് എന്ന് പറയുന്ന ഒരു empty ടാഗാണ്. അതായത് IMG ടാഗിന് ക്ലോസിംഗ് ടാഗ് വരുന്നില്ല. ഇൻസ്റ്റഡ് എലമെൻറ്റിൻ്റെ എൻഡിലായിട്ട് ഒരു സ്ലാഷ് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ആലോചിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഇമേജ് എങ്ങനെ ആഡ് ചെയ്യും എന്നുള്ളത്. ഇമേജ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ SRC എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്യണം. ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ഒരു എലമെൻറ്റിന് അല്ലെങ്കിൽ ഒരു ടാഗിന് അഡീഷണൽ ഇൻഫർമേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഒരു എലമെൻറ്റിന് സ്പെസിഫിക് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സും ഉണ്ട്, അതുപോലെ തന്നെ കോമൺ ആയിട്ട് എല്ലാ എലമെൻറ്റ്സിനും അവൈലബിൾ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സും ഉണ്ട്. ഇവിടെ IMG ടാഗിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് SRC എന്ന് പറഞ്ഞത്. ആട്രിബ്യൂട്ട്സ് നമ്മൾ ആ ടാഗ് നെയിം കഴിഞ്ഞൊരു സ്പേസ് കൊടുത്തിട്ട് ഇങ്ങനെയാണ് കൊടുക്കുന്നത്, ദെൻ ഈക്വൽ ടു. അപ്പോൾ SRC ടാഗ് എന്ന് പറയുന്നത് IMG ടാഗിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ്. ഈ SRC എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്തിട്ടാണ് ഇമേജിൻ്റെ പാത്ത് അല്ലെങ്കിൽ സോഴ്സ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ദ കോഡ് മാഗസിൻ എന്ന് പറഞ്ഞ ആ ഒരു ഫോൾഡറിനകത്തിന് ഇമേജസ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ആ ഇമേജസിനകത്ത് ഞാൻ നമ്മുടെ വെബ്സൈറ്റിൽ വരുന്ന എല്ലാ ഇമേജസിനെയും കോപ്പി ചെയ്തിട്ടുണ്ട്. ഈ ഇമേജസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത് ഈ ഒരു ഫോൾഡറിനകത്തോട്ട് ഇമേജസ് എന്ന് പറഞ്ഞ ഫോൾഡർ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇനി ഈ SRCക്കകത്ത് നമുക്ക് ഏത് ഇമേജാണോ വേണ്ടത് ആ ഒരു ഇമേജിൻ്റെ നെയിം മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഈ ഒരു index.html എന്ന് പറഞ്ഞ ഫയൽ കിടക്കുന്ന ഫോൾഡറിനകത്ത് ഇമേജസ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്താണ് ഇമേജസ് കിടക്കുന്നത്. സോ ആദ്യം പാത്ത് മെൻഷൻ ചെയ്യാനായിട്ട് നമ്മൾ ഇമേജസ് എന്ന് പറഞ്ഞ ആ ഒരു ഫോൾഡർ മെൻഷൻ ചെയ്യണം. VS കോഡ് ഇവിടെ സജഷൻ കാണിക്കുന്നുണ്ട്. ഇമേജസ് സെലക്ട് ചെയ്തു. അതിനകത്ത് നമുക്ക് വേണ്ട ഇമേജ് എന്ന് പറയുന്നത് postimage.jpg ആണ്. വെരിഫൈ ചെയ്യാം. സോ ഈ ഇമേജാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു മെയിൻ നെയിം മെൻഷൻ ചെയ്ത് കൊടുത്തു. ഇമേജ് ആഡ് ചെയ്ത് ആ ഒരു ലൈൻ ഓഫ് കോഡിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ആ ഒരു ഇമേജിൻ്റെ പ്രിവ്യൂ കാണാനായിട്ട് പറ്റും. ഇവിടെ ഈ പ്രിവ്യൂ കാണാനായിട്ട് പറ്റുന്നത് ഞാൻ ഒരു എക്സ്റ്റൻഷൻ ആഡ് ചെയ്തതുകൊണ്ടാണ്. ഇമേജ് പ്രിവ്യൂ എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ഈ ഒരു എക്സ്റ്റൻഷൻ നിങ്ങളും ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഇമേജിൻ്റെ പ്രിവ്യൂ കാണാനായിട്ട് പറ്റും. ഇനി ഔട്ട്പുട്ട് നോക്കാം. സോ ആ ഒരു ഇമേജ് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാത്ത് കൊടുത്തത് ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മുടെ index.html ഫയൽ കിടക്കുന്ന ആ ഒരു ഫോൾഡറിനകത്ത് ഇമേജസ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്താണ് നമ്മുടെ ഇമേജസ് എല്ലാം കിടക്കുന്നത്. സോ ഇമേജസ് എന്ന ആ ഒരു ഫോൾഡർ നെയിം ആദ്യം കൊടുക്കണം. ദെൻ നമുക്ക് വേണ്ട ഇമേജിൻ്റെ നെയിം. ഇനി IMG ടാഗിൻ്റെ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആട്രിബ്യൂട്ടാണ് alt എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട്. alt എന്ന് പറയുന്നത് അൾട്ടർനേറ്റീവ് ടെക്സ്റ്റ്. ഈ അൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് കൊടുക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ സപ്പോസ് നമ്മുടെ ഈ ഒരു ഇമേജ് വെബ്സൈറ്റിൽ ലോഡായിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത ഈ ഒരു പാത്ത് തെറ്റാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇമേജിന് പകരം നമ്മൾ കൊടുക്കുന്ന അൾട്ടിനകത്ത് കൊടുക്കുന്ന ആ ഒരു അൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് ആയിരിക്കും അവിടെ ഡിസ്പ്ലേ ആവുന്നത്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഇമേജ് ഡിസ്പ്ലേ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂസേഴ്സിന് അവിടെ എന്ത് ഇമേജാണ് ഉണ്ടായിരുന്നെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടും. അതുമാത്രമല്ല, ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ സ്ക്രീൻ റീഡേഴ്സ് യൂസ് ചെയ്ത് ഇതേപോലെയുള്ള ബ്ലോഗ്സ് ഒക്കെ റീഡ് ചെയ്യാറുണ്ട്. അപ്പോൾ സ്ക്രീൻ റീഡ് ചെയ്യുന്ന സമയത്ത് ഇമേജ് വരുന്ന സ്ഥലത്ത് നമ്മൾ ഈ alt എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിനകത്ത് കൊടുക്കുന്ന ടെക്സ്റ്റ് ആയിരിക്കും അവിടെ റീഡ് ആവുന്നത്. സോ നമ്മൾ എപ്പോൾ ഇമേജ് ആഡ് ചെയ്താലും അവിടെ അൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ തിരിച്ച് ഇമേജ് നെയിം കറക്റ്റായിട്ട് കൊടുക്കാം. ഓക്കെ,
ഇവിടെ നമ്മുടെ ഡെമോ വെബ്സൈറ്റിൽ ഈ ഒരു ഇമേജ് കുറച്ചുകൂടി ചെറുതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഇമേജിൻ്റെ ഹൈറ്റും വിഡ്ത്തും കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹൈറ്റും വിഡ്ത്തും എന്ന് പറഞ്ഞാൽ IMG ടാഗിൻ്റെ കൂടെ വരുന്ന 2 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. സോ ഹൈറ്റ് ഞാനിവിടെ 500 എന്ന് സെറ്റ് ചെയ്തു. അതുപോലെ വിഡ്ത്ത് ഒരു 200 സെറ്റ് ചെയ്യാം. VS കോഡ് ഓട്ടോമാറ്റിക്കലി കോഡ് ഞാൻ സ്ട്രക്ചർ ചെയ്തു. സോറി, നമുക്കിവിടെ ഹൈറ്റ് 200ഉം വിഡ്ത്ത് 500ഉമായിരുന്നു വേണ്ടത്. സോ ഇമേജിന് നമ്മളിവിടെ ഒരു വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്തു. വീണ്ടും നമുക്ക് വിഡ്ത്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വാല്യൂ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ IMG ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് ഇതെല്ലാം. IMG ടാഗിന് അഡീഷണൽ ഇൻഫർമേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ ആട്രിബ്യൂട്ട്സ് എല്ലാം യൂസ് ചെയ്ത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇവിടെ ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് ഒരു ബേസിക് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇവിടെ HTMLൻ്റെ കൂടെ ലാങ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ EN ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ വെബ്സൈറ്റിൽ യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് ഏതാണെന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ലാങ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്തത്. എന്നിട്ട് ലാങ്ങിൻ്റെ വാല്യൂ EN ആയിട്ട് സെറ്റ് ചെയ്തു. EN സ്റ്റാൻഡ്സ് ഫോർ ഇംഗ്ലീഷ്. നമ്മുടെ വെബ്സൈറ്റ് യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷാണ്, അതുകൊണ്ടാണ് ഇവിടെ EN സെറ്റ് ചെയ്തത്. ഇനി ഇൻ കേസ് വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ലാംഗ്വേജിനും ഓരോ കോഡുണ്ട്. ഫോർ എക്സാമ്പിൾ ജർമ്മൻ ആണെങ്കിൽ DE ആണ് ലാംഗ്വേജിൻ്റെ കോഡ് വരുന്നത്. അതുപോലെ പോർച്ചുഗീസ് ആണെന്നുണ്ടെങ്കിൽ PT. നമുക്കിവിടെ EN തന്നെ തിരിച്ചു കൊടുക്കാം. അതുപോലെ വേറെ ഏതെങ്കിലും ലാംഗ്വേജസിൻ്റെ കോഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. ഇവിടെ ഈ ഹെഡ് ടാഗിനകത്തും മെറ്റ എന്ന് പറഞ്ഞൊരു ടാഗുണ്ട്. മെറ്റ ടാഗ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡോക്യുമെൻറ്റിൻ്റെ ഡേറ്റയുടെ ഇൻഫർമേഷൻ സെർച്ച് എഞ്ചിൻസിനും ബ്രൗസറിനും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഏത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ് നമ്മൾ ഈ ഒരു വെബ്സൈറ്റിനകത്ത് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് ഉള്ളതെന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെറ്റ എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുന്നത്. ഈ മെറ്റാ ടാഗിൻ്റെ ആട്രിബ്യൂട്ടാണ് ഈ ചാർ സെറ്റും നെയിമും കണ്ടന്റ് എന്നൊക്കെ പറയുന്നത്. ഇവിടെ നമ്മൾ ക്യാർ സെറ്റ് കൊടുക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഇവിടെ ക്യാർ സെറ്റിൻ്റെ വാല്യൂ UTF-8 എന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജിലെ സിമ്പിൾ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ക്യാരക്ടർ സെറ്റാണ് UTF-8 എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് UTF-8 എന്ന് ഇവിടെ കൊടുത്തത്. ഒരുപാട് ടൈം ഞാൻ ഈ മെറ്റാ ടാഗ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നില്ല. ബിക്കോസ് ലേറ്റർ നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവും. നിങ്ങൾക്ക് ആട്രിബ്യൂട്ട്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ഈ ഓദർ ഇമേജ് നമുക്ക് ആഡ് ചെയ്യാം. ഈ ഒരു ഹെഡിങ്ങിന് താഴെയായിട്ടാണ് ഇമേജ് വരുന്നത്. സോ പാത്ത് മെൻഷൻ ചെയ്യാം, ഇമേജസ്, അതിനകത്ത് 𝐂𝐸𝐭𝐡.jpg. ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് ലോറ ജോൺസ് തന്നെ കൊടുക്കാം. ദെൻ വിഡ്ത്ത് 50 പിക്സലും ഹൈറ്റ് 50 പിക്സൽ കൊടുക്കാം. ക്ലോസ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഇമേജും നമ്മൾ ആഡ് ചെയ്തു. ഇനി നമുക്ക് ഹൈപ്പർ ലിങ്ക്സ് നോക്കാം. ഇൻ്റർനെറ്റിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്കാണ് ഹൈപ്പർ ലിങ്ക്സ് അല്ലെങ്കിൽ ലിങ്ക്സ് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ് ഒരു വേൾഡ് വൈഡ് വെബ് ആയത് തന്നെ ലിങ്ക്സ് ഉള്ളത് കൊണ്ടാണ്. ബിക്കോസ് വിത്തൗട്ട് ലിങ്ക്സ് ബിറ്റ്വീൻ പേജസ് ദെയർ വുഡ് ബി നോ വെബ്. സോ ഇനി നമുക്കൊരു ലിങ്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ ഈ ഡെമോ വെബ്സൈറ്റിനകത്ത് ഇവിടെ ഈ MDN വെബ് ഡോക്സ് എന്ന് പറയുന്ന ഒരു ലിങ്കാണ്. നമ്മൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് MDN എന്ന് പറഞ്ഞ ആ ഒരു വെബ്സൈറ്റിലോട്ട് റീഡയറക്റ്റ് ആവും. ഇവിടെ ഈ വെബ്സൈറ്റ് എന്ന് പറയുന്നത്, അതായത് MDN വെബ് ഡോക്സ് എന്ന് പറയുന്നത്, MDM സ്റ്റാൻഡ്സ് ഫോർ മോസില്ല ഡെവലപ്പർ നെറ്റ്വർക്ക്. ഈ വെബ്സൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ HTMLൻ്റെയും CSSൻ്റെയും JavaScriptൻ്റെയും ഒക്കെ ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ വെബ്സൈറ്റ് ആണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് HTMLും CSSനെ കുറിച്ച് കൂടുതൽ റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റൊക്കെയാണ് റെഫർ ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ W3 സ്കൂൾസും ഉണ്ട്. ആസ് എ ബിഗിനർ W3 സ്കൂൾസ് നോക്കുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്ന് പറയുന്നത്. കാരണം ഇതിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് കുറച്ചും കൂടി ഈസി ആയിട്ട് റെഫർ ചെയ്യാൻ പറ്റുന്നത് W3 സ്കൂൾസാണ്.